വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഗ്രേവിയാണ്. സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ചിക്കൻ ഗ്രേവി തയ്യാറാക്കാം. നമുക്ക് എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചിക്കൻ ഗ്രേവി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഞാൻ 1.5 കിലോ ചിക്കനാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ചിക്കനിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പറയുന്നത്. 2 വലിയ ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറച്ചൊക്കെ ഇടാം. അപ്പോൾ മുളകും പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടണം. അപ്പോൾ മുളകും പൊടി നല്ല എരിവുള്ളതാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളകും പൊടി ആണെങ്കിൽ കുറച്ചൊക്കെ ഇട്ടാൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യമാണ്, കുരുമുളകിൻ്റെ പൊടി ആവശ്യമാണ്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം വലിയൊരു നാരങ്ങയുടെ പാതി, നല്ല ജ്യൂസ് വരുന്ന ജ്യൂസുള്ള പിന്നെ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നമുക്ക് 1 കോഴിമുട്ട, അത്യാവശ്യം വലിയ മുട്ട വേണമെന്നില്ല, പക്ഷെ എനിക്ക് 1.5 കിലോ ചിക്കനുള്ള കാരണം ഞാൻ ഉള്ളേക്ക് വലിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വലിയ കോഴിമുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് ചേർത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. കൈയിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, എല്ലാ ഭാഗത്തും നന്നായിട്ട് ചേരാൻ വേണ്ടിയിട്ട്. പറ്റുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് തക്കോലം, അതേപോലെ എന്താ പറയുക, കറുവാപ്പട്ടേൻ്റെ പൂവുണ്ടല്ലോ, അതും കൂടെ ഇതിലുള്ളത്. അപ്പോൾ അത് രണ്ടും ഞാൻ അതേപടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ കിടന്ന് ചേരുമ്പോൾ നല്ലൊരു സ്മെല്ല്, നല്ലൊരു ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഈ പാൻ എടുത്തിട്ട് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അത് ചെറിയ രീതിയിൽ പൊരിച്ചെടുക്കാം. അതായത് മാക്സിമം ചെറിയ തീയിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട്, വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് യൂസ് ചെയ്യാം. അപ്പോൾ പാന് എണ്ണ അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ഒഴിച്ചെടുക്കാം. എനിക്ക് എന്തായാലും 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഈ തവയിൽ ഇടേണ്ടി വരും. ഒരു ട്രിപ്പിൽ എന്തായാലും പോവില്ല. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ കൊള്ളുമ്പോഴൊക്കെ ഞാൻ ഇടുന്നത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ, കണ്ടില്ലേ. അപ്പം അതിൽ തന്നെ ഇതെല്ലാം വറക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് തീ കൂട്ടി വെക്കുമ്പോഴാണ് എണ്ണയും പെട്ടെന്ന് വറ്റി പോവുക. അപ്പോൾ ചെറിയ തീയിലാകുമ്പോൾ എണ്ണയും നമുക്ക് അധികം വേണ്ട, ഇത്തിരി ഹെൽത്തി ആയി ഇരുന്നോളൂ. ഈ എണ്ണ ബാക്കി വന്നാൽ നമുക്ക് അതിൽ തന്നെ നമ്മൾ ഇതിലോട്ട് സവാളയും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ വഴറ്റാൻ നമുക്ക് ആ എണ്ണ തന്നെ യൂസ് ചെയ്യാം. ഒരു ഭാഗം നമ്മൾ ഇട്ടതിന് ശേഷം ഒരു ഭാഗം ഒരു ഹാഫ് വേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. നല്ലത്. ഏകദേശം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഒരു 3 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ നന്നാക്കി ഇറക്കി വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതേ സമയത്ത് നമ്മൾ ഇതിലോട്ട് ഇട്ടെടുക്കുന്നുണ്ട്. അതേപോലെ ഈ സവാള വേവാനുള്ള എണ്ണയും കൂടെ ഉണ്ടായിരിക്കുന്നല്ല ഉണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് അധികം വേവണ്ട കേട്ടോ, നമ്മളെ സവാള അതിങ്ങനെ ചെറിയ കടിക്കുന്ന ടേസ്റ്റ് ആകുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഗ്രേവി എല്ലാവരും പിടിക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിലോട്ട് നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിയില. അപ്പം ആ മല്ലിയിലയും കൂടെ അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതിലോട്ട് എണ്ണയ്ക്ക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒരു 3 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം, ഒരു തരം കോട്ടിങ് വരുന്ന രീതിയിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഈ വെളുത്തുള്ളി അതിൽ കിടന്നിട്ട് ഇങ്ങനെ ചതച്ചിടുമ്പോഴും മുറിച്ചിടുമ്പോഴും രണ്ടും 2 ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ അതിലിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും അതും കൂട്ടി നമ്മൾ കഴിക്കുമ്പോൾ.